അധ്യായം 68 സൂറത്തുൽ ഖലം. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 52. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ, പേന തന്നെയാണ്, അവർ എഴുതി വെക്കുന്നതും തന്നെയാണ് സത്യം. മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. നബിയെ, താങ്കളുടെ റബ്ബിന്റെ അനുഗ്രഹം നിമിത്തം താങ്കൾ ഭ്രാന്തനല്ല. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. തീർച്ചയായും താങ്കൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിന്മേലാണുള്ളത്. فَسَتُبْصِرُ وَيُبْصِرُونَ. പിന്നീട് താങ്കൾ കണ്ടറിയും, അവരും കണ്ടറിയും. بِأَيِّكُمُ الْمَفْتُونُ. നിങ്ങളിൽ ആരിലാണ് കുഴപ്പമുള്ളതെന്ന്. إِنَّ رَبَّكَ هُوَ أَعْلَمُ بِمَنْ ضَلَّ عَنْ سَبِيلِهِ وَهُوَ أَعْلَمُ بِالْمُهْتَدِينَ. താങ്കളുടെ റബ്ബ് തന്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയവരെക്കുറിച്ച് നല്ലതുപോലെ അറിയുന്നവൻ തന്നെയാണ്. സന്മാർഗം പ്രാപിച്ചവരെക്കുറിച്ചും അവൻ നല്ലതുപോലെ അറിയുന്നവനാണ്. فَلَا تُطِعِ الْمُكَذِّبِينَ. അതിനാൽ നിഷേധിക്കുന്നവരെ താങ്കൾ അനുസരിക്കരുത്. وَدُّوا لَوْ تُدْهِنُ فَيُدْهِنُونَ. താങ്കൾ അയവ് കാണിച്ചെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു, എങ്കിൽ അവരും അയവ് കാണിക്കും. وَلَا تُطِعْ كُلَّ حَلَّافٍ مَهِينٍ. കൂടുതലായി സത്യം ചെയ്യുന്നവനും നീചനുമായ ആരെയും താങ്കൾ അനുസരിക്കരുത്. هَمَّازٍ مَّشَّاءٍ بِنَمِيمٍ مَّنَّاعٍ لِّلْخَيْرِ مُعْتَدٍ أَثِيمٍ عُتُلٍّ بَعْدَ ذَلِكَ زَنِيمٍ. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും നന്മയതിനു ശേഷം തടയുന്നവനും അതിക്രമകാരിയും മഹാപാപിയും ക്രൂരനും ഇതിനെല്ലാം പുറമെ ശരിയായ പിതാവില്ലാത്തവനും. أَن كَانَ ذَا مَالٍ وَبَنِينَ. അവൻ സ്വത്തും സന്താനങ്ങളും ഉള്ളവനായതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. إِذَا تُتْلَى عَلَيْهِ آيَاتُنَا قَالَ أَسَاطِيرُ الْأَوَّلِينَ. നമ്മുടെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അത് പൂർവികരുടെ കെട്ടുകഥകളാണെന്ന് അവൻ പറയും. سَنَسِمُهُ عَلَى الْخُرْطُومِ. പിന്നീട് അവന്റെ തുമ്പിക്കൈക്ക്, നീണ്ട മൂക്കിന് നാം അടയാളം വെക്കുന്നതാണ്. إِنَّا بَلَوْنَاهُمْ كَمَا بَلَوْنَا أَصْحَابَ الْجَنَّةِ إِذْ أَقْسَمُوا لَيَصْرِمُنَّهَا مُصْبِحِينَ. തീർച്ചയായും ആ തോട്ടക്കാരെ നാം പരീക്ഷണം ചെയ്തതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തു. പ്രഭാത സമയത്ത് തങ്ങൾ അത്, തോട്ടത്തിലെ പഴങ്ങൾ, പറിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം. وَلَا يَسْتَثْنُونَ. അവർ ഒഴിവാക്കി പറഞ്ഞതുമില്ല. فَطَافَ عَلَيْهَا طَائِفٌ مِّن رَّبِّكَ وَهُمْ نَائِمُونَ. അങ്ങനെ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ താങ്കളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള ഒരാപത്ത് ആ തോട്ടത്തെ ബാധിച്ചു. فَأَصْبَحَتْ كَالصَّرِيمِ. അങ്ങനെ അത് ഫലം മുറിക്കപ്പെട്ടതുപോലെയായി. فَتَنَادَوْا مُصْبِحِينَ أَنِ اغْدُوا عَلَى حَرْثِكُمْ إِن كُنتُمْ صَارِمِينَ. എന്നിട്ട് പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഫലം മുറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് പുലർച്ചയ്ക്ക് വരുവിൻ. فَانطَلَقُوا وَهُمْ يَتَخَافَتُونَ.
ألا يدخلنها اليوم عليكم مسكين. അങ്ങനെ അവർ അന്യോന്യം പതുക്കെ പറഞ്ഞുകൊണ്ടുപോയി, ഇന്ന് ആ തോട്ടത്തിൽ ഒരു സാധുവും നിങ്ങളുടെ അടുത്ത് പ്രവേശിക്കുകയോ അരുത്. وغدوا على حرد قادرين. സാധുക്കളെ തടയാൻ കഴിയുന്നവരാണെന്ന് ധരിച്ച് പുലർച്ചെ എത്തുകയും ചെയ്തു. فلما رأوها قالوا إنا لضالون. അങ്ങനെ ആ തോട്ടം കണ്ടപ്പോൾ തീർച്ചയായും നാം വഴിതെറ്റിപ്പോയവർ തന്നെയാണ് എന്നവർ പറഞ്ഞു. بل نحن محرومون. അല്ല, നാം ആഹാരമാർഗം തടയപ്പെട്ടവരാണ്. قال أوسطهم ألم أقل لكم لولا تسبحون. അവരിൽ കൂടുതൽ നീതിമാനായ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യാത്തത് എന്തുകൊണ്ട്? قالوا سبحان ربنا إنا كنا ظالمين. അവർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ പ്രകീർത്തനം ചെയ്യുന്നു, തീർച്ചയായും നാം അതിക്രമികളായിരിക്കുന്നു. فأقبل بعضهم على بعض يتلاومون. അങ്ങനെ അന്യോന്യം കുറ്റം പറഞ്ഞുകൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു. قالوا يا ويلنا إنا كنا طاغين. അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നാം ധിക്കാരികളാവുക തന്നെ ചെയ്തിരിക്കുന്നു. عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون. നമ്മുടെ നാഥൻ ഇതിനേക്കാൾ ഉത്തമമായത് നമുക്ക് പകരം തന്നേക്കാം, തീർച്ചയായും നമ്മുടെ റബ്ബിലേക്ക് നാം ആഗ്രഹം സമർപ്പിക്കുന്നവരാകുന്നു. كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون. ശിക്ഷ അപ്രകാരമാണ്, പരലോക ശിക്ഷയാകട്ടെ കൂടുതൽ വലുതാകുന്നു, അവർ അറിയുന്നവരായിരുന്നെങ്കിൽ. إن للمتقين عند ربهم جنات النعيم. തീർച്ചയായും ഭയഭക്തിയുള്ളവർക്ക് തങ്ങളുടെ റബ്ബിന്റെ പക്കൽ സുഖാനുഭൂതിയുടെ സ്വർഗങ്ങളുണ്ടായിരിക്കും. أفنجعل المسلمين كالمجرمين. എന്നാൽ കുറ്റവാളികളെപ്പോലെ മുസ്ലിങ്ങളെ നാം ആക്കുമോ? ما لكم كيف تحكمون. നിങ്ങൾക്കെന്തായിപ്പോയി, എങ്ങനെയെല്ലാമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്? أم لكم كتاب فيه تدرسون إن لكم فيه لما تخيرون. അതോ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ, അതിൽ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടോ? أم لكم أيمان علينا بالغة إلى يوم القيامة إن لكم لما تحكمون. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനം കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നതിന് അന്ത്യനാൾ വരെ നീണ്ടു നിൽക്കുന്ന വല്ല സത്യപ്രതിജ്ഞയും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബാധ്യതയിലുണ്ടോ? سلهم أيهم بذلك زعيم. നബിയെ, താങ്കൾ അവരോട് ചോദിക്കുക, അവരിൽ ആരാണ് അത് സംബന്ധമായി അവർക്ക് വേണ്ടി വാദിക്കുന്നവൻ? أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين. അഥവാ അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ, എങ്കിൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യസന്ധരാണെങ്കിൽ. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون.
പ്രശ്നം ഗുരുതരമായി തീരുകയും സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക, അപ്പോൾ അവർക്കതിന് കഴിയുകയില്ല. خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. അവരുടെ കണ്ണുകൾ താഴ്ന്നു നിന്ദ്യമായ നിലയിൽ അവരെ അപമാനം ആവരണം ചെയ്യും. അവർ സുരക്ഷിതരായിരുന്നപ്പോൾ സുജൂദ് ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു, അന്നവർ അത് ചെയ്തില്ല. فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون. അതുകൊണ്ട് എന്നെയും ഈ വാർത്ത ഖുർആൻ നിഷേധിക്കുന്നവരെയും വിട്ടേക്കുക. നാം അവരറിയാത്ത വിധത്തിലൂടെ അവരെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളും. وأملي لهم إن كيدي متين. ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയാണ്, തീർച്ചയായും എന്റെ ശിക്ഷ വളരെ ശക്തമായതാകുന്നു. أم تسألهم أجرا فهم من مغرم مثقلون. അതല്ല, താങ്കൾ അവരോട് വല്ല പ്രതിഫലവും ചോദിക്കുകയും എന്നിട്ട് കടബാധ്യത നിമിത്തം അവർ ഭാരം ചുമക്കുന്നവരാവുകയും ചെയ്തിട്ടുണ്ടോ? أم عندهم الغيب فهم يكتبون. അതല്ലെങ്കിൽ അവരുടെ പക്കൽ അദൃശ്യജ്ഞാനമുണ്ടായിട്ട് അവർ എഴുതുകയാണോ? فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم. അതുകൊണ്ട് നബിയെ, താങ്കളുടെ റബ്ബ് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതുവരെ താങ്കൾ ക്ഷമിക്കുക. താങ്കൾ മത്സ്യക്കാരനെ പോലെ ആവരുത്, അയാൾ വ്യസനചിത്തനായി പ്രാർത്ഥിച്ച സന്ദർഭം. لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. തന്റെ റബ്ബിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം ആ നബിയെ വീണ്ടെടുത്തിരുന്നില്ലെങ്കിൽ ആക്ഷേപവിധേയനായിക്കൊണ്ട് ആ പാഴ്ഭൂമിയിൽ യൂനുസ് നബി പുറന്തള്ളപ്പെടുമായിരുന്നു. فاجتباه ربه فجعله من الصالحين. എന്നാൽ തന്റെ റബ്ബ് ആ പ്രവാചകരെ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തു, അങ്ങനെ അദ്ദേഹത്തെ സദ്വൃത്തരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. وَإِن يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. സത്യനിഷേധികൾ ഖുർആൻ കേൾക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ പതിപ്പിച്ച് കൊണ്ട് താങ്കളെ അവർ വഴുതി വീഴാറാക്കുക തന്നെ ചെയ്യുന്നു. തീർച്ചയായും ഇവൻ ഭ്രാന്തൻ തന്നെയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. وَمَا هُوَ إِلَّا ذِكْرٌ لِلْعَالَمِينَ. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ ലോക ജനതയ്ക്കുള്ള ഉദ്ബോധനമല്ലാതെ മറ്റൊന്നും അല്ല തന്നെ.